പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ. ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. കാരുണ്യവാനായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ പിടഞ്ഞു മരിച്ച യേശുനാഥ, അങ്ങയുടെ തിരുവചനങ്ങൾ ശ്രവിക്കുവാനും ഗ്രഹിക്കുവാനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനവും വിവേകവും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വിശുദ്ധ മാർക്കോസ് അറിയിച്ച സുവിശേഷം 12-ാം അധ്യായം 18 മുതൽ 27 വരെയുള്ള തിരുവചനങ്ങൾ. അനന്തരം പുനരുത്ഥാനം ഇല്ല എന്ന് പറഞ്ഞിരുന്ന സദുക്കായർ അവനെ സമീപിച്ചു ചോദിച്ചു, ഗുരോ, ഒരുവൻ സന്താനമില്ലാതെ മരിക്കുകയും ഭാര്യ ജീവിച്ചിരിക്കുകയും ചെയ്യുന്നു എങ്കിൽ അവൻ്റെ സഹോദരൻ അവളെ ഭാര്യയായി സ്വീകരിച്ച് അവനു വേണ്ടി സന്താനങ്ങളെ ഉൽപ്പാദിപ്പിക്കണമെന്ന് മോശയുടെ കൽപ്പനയിൽ ഉണ്ട്. ഒരിടത്ത് 7 സഹോദരന്മാരുണ്ടായിരുന്നു. ഒന്നാമൻ ഒരുവളെ വിവാഹം ചെയ്തു. അവൻ സന്താനമില്ലാതെ മരിച്ചു. രണ്ടാമൻ അവളെ സ്വീകരിച്ചു. അവനും സന്താനമില്ലാതെ മരിച്ചു. മൂന്നാമനും അങ്ങനെ തന്നെ സംഭവിച്ചു. ഇങ്ങനെ 7 പേരും സന്താനമില്ലാതെ മരിച്ചു. അവസാനം ആ സ്ത്രീയും മരിച്ചു. പുനരുത്ഥാനത്തിൽ അവർ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ അവൾ ആരുടെ ഭാര്യയായിരിക്കും? അവൾ 7 പേരുടെയും ഭാര്യയായിരുന്നല്ലോ. യേശു അവരോട് പറഞ്ഞു, വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ അറിയാത്തതുകൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത്? എന്തെന്നാൽ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുമ്പോൾ അവർ വിവാഹം ചെയ്യുകയോ ചെയ്തു കൊടുക്കുകയോ ഇല്ല. മറിച്ച് അവർ സ്വർഗത്തിലെ ദൂതന്മാരെ പോലെ ആയിരിക്കും. മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്നതിനെ കുറിച്ച് ദൈവം മുൾപടർപ്പിൽ നിന്ന് മോശയോട് അരുളി ചെയ്തത് എന്താണെന്ന് മോശയുടെ പുസ്തകത്തിൽ നിങ്ങൾ വായിച്ചിട്ടില്ലേ? അവിടുന്ന് പറഞ്ഞു, ഞാൻ അബ്രാഹത്തിൻ്റെ ദൈവവും ഇസഹാക്കിൻ്റെ ദൈവവും യാക്കോബിൻ്റെ ദൈവവും ആണ്. അവിടുന്ന് മരിച്ചവരുടെ അല്ല, ജീവിക്കുന്നവരുടെ ദൈവമാണ്. നിങ്ങൾക്ക് വലിയ തെറ്റുപറ്റിയിരിക്കുന്നു. സ്നേഹമുള്ളവരെ, ഇന്നത്തെ അല്ലെങ്കിൽ എല്ലാ കാലത്തെയും മനുഷ്യരുടെ ഒരു സംശയമാണ് നമ്മുടെ ജീവിതം ഈ മരണം കൊണ്ട് അവസാനിക്കുന്നതല്ലേ എന്ന്. എന്നാൽ സത്യം അതല്ല. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചെങ്കിൽ അവൻ എല്ലാ കാലത്തും മനുഷ്യൻ തന്നെയായിരിക്കും. ഈ മരണശേഷം നാം വീണ്ടും ജീവിക്കുന്നു. നമ്മുടെ ആത്മാവ് വേറൊരു ശരീരമായി ജനിക്കുന്നു, ജീവിക്കുന്നു. എല്ലാ മനുഷ്യർക്കും വീണ്ടും ജനനമുണ്ടാകുന്നു. അത് വ്യക്തമായി മനസ്സിലാക്കാൻ യേശു പറഞ്ഞ ഉത്തരമാണ്, അബ്രാഹം ഇന്നും ജീവിക്കുന്നു, ഇസഹാക്ക് ഇന്നും ജീവിക്കുന്നു, യാക്കോബ് ഇന്നും ജീവിക്കുന്നു. അവരുടെ ദൈവമാണ്
സർവശക്തനായ ദൈവം. അതാണ് യേശുനാഥൻ നൽകിയ ഉത്തരം. അവിടുന്ന് പറഞ്ഞല്ലോ, അവിടുന്ന് മരിച്ചവരുടെ അല്ല, ജീവിക്കുന്നവരുടെ ദൈവമാണ് എന്ന് പറഞ്ഞാൽ, നാം മരിച്ചു എന്ന് വിചാരിച്ചിരിക്കുന്ന, വിശ്വസിച്ചിരിക്കുന്ന അബ്രാഹവും ഇസഹാക്കും യാക്കോബും ഒക്കെ ഇന്നും ജീവിച്ചിരിക്കുന്നു എന്നാണ് യേശുനാഥൻ നൽകിയ ഉത്തരം. അത് നമ്മുടെ ഭൗതിക കണ്ണുകൾ കൊണ്ടോ നമ്മുടെ ഭൗതിക ചിന്തകൾ കൊണ്ടോ മനസ്സിലാക്കാനാവില്ല. മറിച്ച് ഈ അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ഒക്കെ മറ്റു രൂപത്തിലുള്ള ജീവിതം ഇപ്പോഴും ഭൂമിയിലുണ്ട്. ഇതാണ് സത്യം. അതുകൊണ്ട് നമ്മുടെ സംശയത്തെ ദൂരെ കളയുക. നാം ഈ ജീവിതത്തിൻ്റെ അന്ത്യം മരണം. ആ മരണം കൊണ്ട് തീരുന്നതല്ല നമ്മുടെ ജീവിതം. ആ സത്യം നമ്മൾ മനസ്സിലാക്കിയാൽ നമ്മുടെ ജീവിതം മനോഹരമായി ദൈവത്തോട് ചേർന്ന് കൊണ്ടുപോകുവാൻ നമുക്ക് പ്രേരണ ലഭിക്കും. നമുക്ക് അതിന് സാധിക്കും. അതിനുള്ള കഴിവ് ഏവർക്കും പരിശുദ്ധാത്മാവ് നൽകട്ടെ. ഏവർക്കും സമാധാനം നിറയട്ടെ.